എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ അഞ്ജുന്റെ ഹെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഹെയർ കട്ടിങ്ങിനായിട്ട് പോകുന്ന ഒരു ദിവസം കുറേ ദിവസമായി അഞ്ജു പറയണ് ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തിൽ കട്ട് ചെയ്തിട്ടേ ഇല്ല. കുറച്ചൊന്ന് നീളം കുറയ്ക്കണം, ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം, ട്രിം ആക്കണം, അത്രയ്ക്കൊക്കെ ഉള്ളൂ അല്ലേ. കുറേ നാളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമുക്ക് ഒന്ന് ഹെയറൊക്കെ ഒന്ന് ട്രിം ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഈ വർഷം ഞങ്ങൾ പോയിട്ടില്ല ഹെയർ കട്ടിങ്ങിന്, കഴിഞ്ഞ വർഷം പോയതാണ്. അപ്പോൾ എന്തായാലും ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഹെയറിൻ്റെ തുമ്പത്തൊക്കെ ഇത്തിരി ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങി, ഇങ്ങനെ ചെമ്പിച്ചു തുടങ്ങി. അപ്പോൾ കട്ട് ചെയ്യേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും ഇന്ന് പോയി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചെറുതായിട്ട്. അപ്പോൾ അതിനായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളൊരു ഈവനിങ്ങിലാട്ടോ പോകുന്നത് ഹെയർ കട്ടിങ്ങിന്. ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ വർഷം ഹെയർ കട്ടിങ്ങിനൊക്കെ പോയ അതേ സെയിം പാർലറിലേക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നത്. അവിടേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും ഒത്തിരി കെയറൊക്കെ ചെയ്ത് അവർ നല്ലപോലെ തന്നെ കേട്ടോ ഹെയറൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഹെയർ കട്ട് ചെയ്ത് തരാറ് നമുക്ക്. അപ്പോൾ അവരുടെ ഒരു ഡീലിങ്സൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടേക്കാണ് ഞങ്ങൾ ഇന്നും പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ പാർലറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് ചെല്ലട്ടെ. എന്തായാലും ഇന്ന് പാർലർ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളങ്ങനെ പാർലറിൽ എത്തിയിട്ടോ. അപ്പോൾ പാർലറിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം ഹെയർ വാഷ് ചെയ്യാനായിട്ട് അഞ്ജു ഹെയറൊക്കെ ഓപ്പൺ ചെയ്യാണ്. വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയതെല്ലാം ഓപ്പൺ ചെയ്യണം. പിന്നെ നമ്മൾ എങ്ങനെ വീട്ടിൽ നിന്ന് എത്ര ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ കഴുകിപ്പോയാലും അവരവരുടേതായ രീതിയിൽ 1-2 പ്രാവശ്യം ഷാമ്പൂ ഒക്കെ തേച്ച് കഴുകാറുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ വാഷ് ചെയ്യാൻ നിന്നില്ല. കാരണം നമ്മൾ എത്ര കഴുകി പോകുന്ന ദിവസങ്ങളിലും അവരവരുടേതായ രീതിയിൽ തന്നെ വാഷ് ചെയ്യും. അപ്പോൾ അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഞ്ജുൻ്റെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് അഞ്ജു ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഷാമ്പൂ ഒക്കെ ഇട്ട് നല്ലപോലെ ആ ഓയിലൊക്കെ മുടിയുണ്ടായിരുന്ന എല്ലാവരും നല്ലപോലെ കളഞ്ഞു. അതിന് ശേഷം വീണ്ടും സെക്കൻഡ് ടൈം ഒന്നും കൂടെ ഒരു ഷാമ്പൂ ഇടുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഷാമ്പൂ ഒക്കെ ഇട്ട് ഫുൾ മുടിയുമേന്ന് ഓയിലെല്ലാം കംപ്ലീറ്റ്ലി കഴുകി കളഞ്ഞു. കംപ്ലീറ്റ്ലി കഴുകി കളഞ്ഞതിന് ശേഷം ഒരു ടവലൊക്കെ വെച്ച് നല്ലപോലെ ഹെയർ കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഹെയർ കട്ടിങ്ങിന് വന്നിരിക്കേണ്ട സ്ഥലത്തേക്ക് വന്നിരിക്കണം. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടൻ കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്. ആള് ഭയങ്കര എക്സ്പേർട്ടാണ്. എപ്പം നമ്മൾ ചെന്നാലും ഹെയർ കട്ടിങ്ങിന് ഈ ചേട്ടൻ തന്നെ വരാറ്. ഞങ്ങൾക്കായാലും ഈ ചേട്ടൻ ഉണ്ടെങ്കിൽ ഹെയർ കട്ടിങ് ചെയ്യിക്കാൻ ഇഷ്ടമുള്ളൂ. ഈ ചേട്ടൻ ഉണ്ടോയെന്ന് ആദ്യം ചോദിക്കും. ഇന്ന് വന്നപ്പോഴും ഞങ്ങൾ ആദ്യം ചോദിച്ചു ചേട്ടൻ ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ചേട്ടൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അഞ്ജുൻ്റെ മുടിമേലേക്ക് അവരെന്തോ ഒരു ഹെയർ സിറം തേക്കുന്നുണ്ട്. അപ്പോൾ അത് തേച്ച് പെട്ടെന്ന് തന്നെ ചെടകളൊക്കെ അങ്ങനെ വേഗത്തിൽ കളഞ്ഞു കേട്ടോ. അതിനുശേഷം ചീപ്പൊക്കെ വെച്ച് നല്ലപോലെ ഈരി പിന്നെ ഹെയറിന് നല്ലപോലെ ഡ്രൈ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഡ്രൈ ആക്കാൻ തന്നെ എടുത്തായിരുന്നു കേട്ടോ. ചെയ്യുന്ന ജോലി അവർ നല്ല പെർഫെക്ഷനോടുകൂടി കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ചെടയൊക്കെ ചെയ്യി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഹെയറിനെ എടുത്ത് അവർ ക്ലിപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി ക്ലിപ്പുകൾ ഇങ്ങനെ ചെറിയ പോർഷനായിട്ട് എടുത്ത് ഹെയറിനെ അത് അവർ നീക്കി ഇങ്ങനെ വെച്ച് ക്ലിപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിപ്പ് കിട്ടിയതിന് ശേഷം പിന്നെ ഓരോ പോർഷനായിട്ട് എടുത്ത് മുടീനെ വീണ്ടും വലിച്ചു പിടിച്ച് പിന്നെ ഒരു ഡ്രൈ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആക്കുന്നുണ്ട്. ഒട്ടും തന്നെ നനവില്ലാത്ത രീതിയിൽ ഫുൾ വെള്ളമൊക്കെ മുടിമേന്ന് കംപ്ലീറ്റ് കളഞ്ഞു. അതിനുശേഷം മുടി പിന്നെയും 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നല്ലപോലെ ചീകി ചെടയൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ സ്ട്രെയിറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവര്. അതിനുശേഷമാണ് കട്ടിങ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കണം ഹെയറിനെ, അത്രേ ഉള്ളൂ. കാരണം തുമ്പ് ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഇത്തിരി കളറൊക്കെ ഇങ്ങനെ ചെമ്പിച്ച പോലത്തെ ഒരു കളറൊക്കെ ആയി തുടങ്ങി.
അപ്പോൾ അത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് പ്ലാൻ. അല്ലാണ്ട് ഒത്തിരി ലെങ്ത് കുറയ്ക്കാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവരോട് പറഞ്ഞപ്പോ പിന്നെ അവര് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്യാന്ന്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പറയണത് അതേപോലെ തന്നെ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി നീളമൊന്നും കുറച്ചിട്ടില്ല. അഞ്ജുമോളുടെ ഹെയറിന്റെ കുറച്ച് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്ത്, അതും ഒത്തിരി പ്രാവശ്യമൊക്കെ ചീകി അവർ ചെക്ക് ചെയ്ത് പിന്നെ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷമൊക്കെ കേട്ടോ ഒരു കട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുടി കാണുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക ഭംഗി തോന്നും. ഒത്തിരി അവർ സിൽക്കി ആക്കി എടുത്തിട്ടുണ്ട് മുടീനെ. അപ്പൊ അഞ്ജുന അതിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ മുടി നല്ല സിൽക്കി ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം അഞ്ജുന വീണ്ടും ഒരു ചെയർമെടുത്തി പിന്നെയും നല്ലപോലെ തന്നെയൊക്കെ ചീകി ശകലം മുടി പിന്നെയും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവരെന്തോ വീണ്ടും ജെല്ലോ എന്തോ മുടിയുമ്പോൾ തേക്കുന്നുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ചീകി പിന്നെ സെറ്റപ്പ് ആക്കി കേട്ടോ. അപ്പൊ ഇത്രയും കട്ട് ചെയ്താൽ മതിയോന്നൊക്കെ ഞങ്ങളോട് ചോദിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചേട്ടനെയും പപ്പേനെയും കാണിക്കുന്നു പറഞ്ഞു അങ്ങനെ പപ്പേനെയും കട്ട് ചെയ്തതൊക്കെ മുടി കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത്രയ്ക്കൊക്കെ മതി ഇനി കട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയ്ക്ക് മതിയെന്ന്. കാരണം ഒത്തിരി ലെങ്ത് കുറയ്ക്കാന്നുള്ളത് നമുക്ക് ഇപ്പൊ ലെങ്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ 2 ദിവസം മുടി മെടഞ്ഞ് കെട്ടി പോകണം അവർക്ക് സ്കൂളിലേക്ക്. അപ്പൊ തീരെ ഷോർട്ടാക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ കിടന്നോട്ട് ഇത്രയും മതി എന്ന് പറഞ്ഞു ഞങ്ങള്. അപ്പൊ വീണ്ടും ഹെയറൊക്കെ നല്ലപോലെ ഈരി സ്ട്രെയിറ്റ് ആക്കി കൊടുത്ത്. അപ്പൊ അങ്ങനെ ഫൈനൽ കട്ടിങ്ങും കോമ്പിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിതാ അഞ്ജുനെ അവിടെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നിർത്തി അഞ്ജുന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതാട്ടോ. അപ്പൊ അഞ്ജുന്റെ ഹെയർ കാണിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കണ്ടിട്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് അഞ്ജുന്റെ ഹെയർ സ്റ്റൈല്? പിന്നെ അഞ്ജുന് അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഹെയർ സ്റ്റൈലുകൾ കാര്യങ്ങളൊന്നും ഇഷ്ടമുള്ള ആളല്ല. അഞ്ജുന് അങ്ങനെ സിമ്പിൾ ആയിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ 2 ദിവസം മുടി മെടഞ്ഞു കെട്ടുന്നു, അല്ലെങ്കിൽ 1 ദിവസം മെടഞ്ഞു കെട്ടുക, അത്രയ്ക്കേ ഉള്ളൂ. മുടി ഓപ്പൺ ആക്കിയിട്ടൊന്നും അങ്ങനെ നടക്കാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പൊ അങ്ങനെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ പാർലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടല്. അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരത്തെ ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോകാന്ന് പ്ലാൻ ചെയ്തായിരുന്നു പോന്നപ്പോ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആ ഹോട്ടലിലേക്ക് കയറാണ്. കാരണം ഇന്ന് ഈവനിങ്ങിലത്തെ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ എനിക്കും ടൈം കിട്ടിയില്ല. അഞ്ജുവായിട്ട് നമ്മളിന്ന് ഈവനിങ്ങിൽ പോകുന്നതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും ഇന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആ ഹോട്ടലിലേക്ക് പോകണം കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡിനുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പ് ആട്ടോ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വരുന്നവരെ വെള്ളമൊക്കെ കുടിച്ചിരിക്കാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ വെള്ളം ടേബിളും അവര് അറേഞ്ച് ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളം എടുത്ത് കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും തന്നെ നമ്മുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്, ചിക്കൻ ലോലിപോപ്പ്. അപ്പൊ ഞങ്ങള് അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് സോസ് വെച്ചിട്ടുണ്ടായിരുന്നവര്. അപ്പൊ സോസ് എല്ലാം ഒരു ടൈപ്പ് ചട്നിയാണ്. അപ്പൊ അത് കൂട്ടി ഞങ്ങളിതാ സ്റ്റാർട്ടർ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ സ്റ്റാർട്ടർ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ഫുഡും എത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് പുറകെ തന്നെ ഫുഡും കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഓർഡർ കൊടുത്തിട്ടില്ല. അഞ്ജുന് ബട്ടർ ചിക്കൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബട്ടർ ചിക്കൻ ഓർഡർ കൊടുത്തു. പിന്നെ ജീര റൈസ്, പിന്നെ നാൻ, അത്രയ്ക്കൊക്കെ ഓർഡർ കൊടുത്തു. സിമ്പിൾ ആയിട്ടുള്ള ഫുഡാണ്, ഒത്തിരി ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സബോള അവര് കട്ട് ചെയ്ത് വിനീഗറിൽ ഇട്ട് തരുന്ന ആ ഒരു അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തില്. അപ്പൊ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളിതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ചെറിയൊരു ഔട്ടിങ്, അതുപോലെ തന്നെ ഫുഡ് പുറത്തുനിന്നൊക്കെ കഴിക്കുക, ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുക, അതൊക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുക എന്നൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ അഞ്ജുന്റെ ബർത്ത്ഡേയുടെ ഒന്ന് പോയത് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഇന്നങ്ങനെ പുറത്തു വന്നതാ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൽവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൽവിനെ എത്രത്തോളം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും എപ്പോഴും ആൽവിന്റെ ആ ഒരു കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോട്ടലിലൊക്കെ വരുമ്പോൾ ആൽവിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ആൽവിനെയും കൂട്ടി ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ദിവസമൊക്കെ പ്രത്യേകം ആൽവിനെ ഓർത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാർലറിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടേക്ക് വന്ന് ഇത്തിരി നേരം അവിടെ ഇരുന്നു. അപ്പൊ ചേട്ടനൊരു കോള് വന്നു. ചേട്ടൻ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ പയ്യെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. അഞ്ജുന്റെ ഹെയർ കട്ടിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഞങ്ങൾക്ക് ഇതാ വീട്ടിലേക്ക് പോകേണ്ട സമയമായി, ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.